ഇവിടെ നോർത്ത് ഇന്ത്യൻകാർ എങ്ങനെ ബിണ്ടി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാമേ. ഇപ്പോൾ നമ്മൾ ബിണ്ടി കട്ട് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഈ വഴുവഴുപ്പൊന്ന് മാറുന്നിടം വരെ ഉപ്പും മഞ്ഞളും ഒന്നും ഇല്ലാതെ തന്നെ ഇതിനെ ഫ്രൈ ചെയ്യുന്നത്. ഇതിനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉള്ളി ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ തന്നെ വഴുവഴുപ്പ് മാറിയിരിക്കണം. ഞാൻ നമ്മുടെ ഉള്ളിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. ഇവിടെ ഉള്ളി എന്തുകൊണ്ടെന്ന് ഇച്ചിരി കഴിഞ്ഞേ ഇടാറുള്ളൂ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഉള്ളിയും ഇതും കൂടെ വേറെ വേറെ ആയിട്ട് കിടക്കും. അത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഇച്ചിരി കൂടെ ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞ് അടച്ചു വെച്ചാൽ ഇതിന് വഴുവഴുപ്പ് കൂടിപ്പോവും. ഇത് ഒന്നുകൂടെ സോഫ്റ്റായി കഴിഞ്ഞ് ഇതിനകത്ത് മഞ്ഞളും ഉപ്പും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഇച്ചിരി നേരം കൂടെ ഫ്രൈ ചെയ്ത് സബ്ജിയാക്കും. ഇച്ചിരി നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇത് സോഫ്റ്റ് ആവുന്നതിനും വരെ നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാമേ. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, അംചൂർ പൊടി എല്ലാം ഇട്ടു. അംചൂർ പൊടി എന്ന് പറഞ്ഞാൽ നാട്ടിലെന്താ പറയുന്നത്, പുളിക്ക് വേണ്ടി ഇടുന്നത് കേട്ടോ. നാട്ടിൽ പുളിയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ പുളിക്ക് വേണ്ടി അംചൂർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇച്ചിരി മസാല കുറവാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ ഇച്ചിരി മസാലയും കൂടി ഇട്ടു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇതിനകത്ത് ഇട്ടത്. കാരണം ആദ്യം ഇട്ടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആദ്യം ഇടാനത് ഇത് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക വെള്ളം പോലെ വഴന്ന് വരും. അത് കാരണമാണ് ഇപ്പോൾ ആദ്യം ഇടാൻ. ഉപ്പ് ലാസ്റ്റിലാണ് നമ്മൾ ഇടുന്നത്. ഇത് നമ്മുടെ ഇച്ചിരി നേരം കൂടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്ക തയ്യാറാക്കും. ഇത് ചപ്പാത്തി കഴിക്കാൻ വേണ്ടി ഇവിടുത്തുകാർ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് മുഴുവൻ തയ്യാറാകും. ഇപ്പം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാമേ. 2 മിനിറ്റ് അടച്ച് വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വെണ്ടയ്ക്ക നല്ല അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നല്ലത്. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടിയിട്ട്. പക്ഷേ മെഴുക്കുവരട്ടിയുടെ ആ ടേസ്റ്റ് അല്ല ഇതിന്. അല്ലാത്തൊരു ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് നല്ലതാണ് ഇത് കഴിക്കാൻ. ഇവിടെ പപ്പടത്തിൻ്റെ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാമേ. അപ്പോൾ ഞാനിവിടെ മസാല പപ്പടം 3 ചുട്ടെടുക്കണം പപ്പടം. എന്നാലേ അതിനൊരു ടേസ്റ്റ് വെക്കുള്ളൂ. അതിനകത്ത് നമ്മൾ ഇച്ചിരി ജീരകം ഇടും. അത് കഴിഞ്ഞ് നമ്മുടെ മസാല കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല എന്ന് പറഞ്ഞാൽ മുളക്, മല്ലി, മഞ്ഞൾ, നോർമൽ മസാല മാത്രമേ ഉള്ളൂ. അത് ഇതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് നല്ലവണ്ണം ഇതിനെ മിക്സ് ചെയ്ത് എണ്ണ മേലി വരുന്നിടം വരെ ഇതിനെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇച്ചിരി കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഈ മസാല ഇച്ചിരി നേരം 5 മിനിറ്റ് ഇങ്ങനെ നല്ലവണ്ണം എണ്ണ മേലെ വരുന്നിടം വരെ തിളപ്പിക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഈ പപ്പടം ഇച്ചിരി ചെറുതായിട്ട് ആക്കണം. ഇത്രയും വലുതായിട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. ചെറുതായിട്ട് ആക്കി കഴിഞ്ഞ് ഈ തിളച്ച മസാലയ്ക്കകത്തോട്ട് ഇതിന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇത്. ഇവിടെ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇന്നത്തെ അത്താഴത്തിൻ്റെ തയ്യാറിയിൽ ഞാൻ വിചാരിച്ചു ഈ കറികളൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന്. അതിന് വേണ്ടിയാണ്. എന്നും മിക്കവാറും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ്. 8-9 പേര് ഒരുമിച്ച് താമസിക്കുന്ന വീടാണ്. അപ്പം ഈ വീഡിയോയുടെ ഒക്കെ പുറകെ പോയ പണി അവിടെ കിടക്കും. പിന്നെ അലമ്പാകും. അത് കാരണമാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ്. 2-3 സബ്ജിയും കറികളും ഒക്കെ വേണം ഇവിടെ. അപ്പോൾ ഞാനിന്നുണ്ടാക്കി ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പപ്പടം ഉണ്ടാക്കി. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം എന്ന് പറയുന്നത് പപ്പടത്തിനകത്ത് നമ്മൾ മോരും കൂടി ഒഴിക്കും കേട്ടോ. ഈ മോരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഞാനിവിടെ മോര് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് നിർത്തിയിട്ട് മോര് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ മോര് ഇതിനകത്ത് ആഡ് ചെയ്തു. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഗ്യാസ് നിർത്തി ഇട്ടിരിക്കുകയാണ്. ഇച്ചിരി കഴിയുമ്പോൾ ഒന്നുകൂടെ ഓൺ ചെയ്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. ഒത്തിരി നേരങ്ങളുണ്ടാവും. 5 മിനിറ്റ് പോലും ഇതിനെടുത്തില്ല ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഈ കറികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറുണ്ണാൻ കൊള്ളില്ല. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് ചപ്പാത്തിക്ക് പിടിക്കുന്ന കറികളാണ്. കാരണം ഇവിടെ 3 നേരം ചപ്പാത്തിയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. അധികം സമയമൊന്നും എടുക്കാറില്ല. എനിക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരു 5-10 മിനിറ്റ് എടുത്താൽ മതി. പക്ഷേ ഇവിടുത്തെ കറിച്ചിൽ കണ്ടാൽ അവർക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. നമ്മൾ ഇറച്ചി മീനും ഒക്കെ മുറിച്ചോ എടുത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ കറികളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറികളൊക്കെ. ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് കേട്ടോ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തങ്ങ് ശീലിച്ചു. ഇപ്പം എൻ്റെ അത്രയും സ്പീഡിൽ ഇവിടുത്തുകാർ പോലും ചെയ്യില്ല. അതുപോലെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കായും തയ്യാറായി. പിന്നെ കിച്ചടിയും കൊണ്ട് ഉണ്ടാക്കുന്നു. കിച്ചടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡക്ഷനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇൻഡക്ഷനെ തയ്യാറാവുന്നുണ്ട്. കിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പും ചോറും കൂടിയിട്ട്, ചോറല്ല അരിയും കൂടെ പച്ചരിയും കൂടിയിട്ട് കുക്കറിനകത്തിട്ട് അടുക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടിയിട്ട് ഉണ്ടാക്കി തയ്യാറായി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ പ്ലേറ്റിൽ കാണിക്കാമേ. കേട്ടോ, നമ്മുടെ കിച്ചടിയും തയ്യാറായി. അപ്പം കിച്ചടിയും കൂടെ പ്ലേറ്റിനകത്തോട്ട് ഇടാമേ. ഈ കിച്ചടി ഇടുമ്പോൾ ഇത് വെറുതെ അങ്ങനെ ഇടാൻ പൊക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി നെയ്യ് യൂസ് ചെയ്യും. ഇവിടുത്തുകാർക്കെല്ലാം ചോറ് കൊടുത്താലും
ഇത് കൊടുത്താലും കിച്ചടി കൊടുത്താലും അതിനകത്ത് നെയ്യ് യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ നെയ്യ് ഒഴിക്കാതെ അവർ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡിന്നർ വരെ പറയാമേ. എൻ്റെ കടി എന്ന് പറഞ്ഞാൽ മോരും ഇതും കൂടെ കടലമാവും കൂടി ഇട്ട കടി, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക, പപ്പടത്തിൻ്റെ സബ്ജി, ചപ്പാത്തി, കിച്ചടി. അപ്പോൾ ഇന്നത്തെ കാര്യം ഫിനിഷായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സ്പൈസി മാഗി വേണമെന്ന് പറഞ്ഞു, അതും ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഇനി എല്ലാവർക്കും ഡിന്നർ കൊടുക്കാൻ സമയമായി. അപ്പോൾ ഞാൻ കൊടുക്കട്ടെ എല്ലാവർക്കും. ബൈ ബൈ.